വരെ ഒരു ചായ പോലും മേടിച്ചിട്ടാത്ത ഫ്രണ്ട്സ് എന്താ വെച്ചാൽ മന്തിക്ക് പോലെ എന്നിട്ട് ഒരു ഭയങ്കര അളക്കല ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫ് എനിക്ക് നൈറ്റ് ഒരു 11 മണിക്കൊക്കെയാണ് ഫുഡ് കഴിക്കാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാം. 1 മണിക്ക് 2 മണിക്ക് ഒന്ന് കിടക്കും. ഇതേപോലെ തന്നെ എപ്പോഴാണ് അതെല്ലാം തന്നെ ഓർഡർ ആയത്. അപ്പൊ ഫ്രണ്ട്സൊക്കെ ട്രോളിന് എന്താ വെച്ചാല് റെസ്റ്റോറന്റ് മേഖല പിന്നെ എന്താ പറയാ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. റൊമാൻസിലെ ആളൊക്കെ കാണുന്നതിന് ട്രോളും അന്നേ വഴിക്ക് കാണുന്നില്ലല്ലോ മെനു ഒക്കെ അങ്ങനെ ഭയങ്കര ട്രോളിംഗ് ആയിരുന്നു. കടലുണ്ടിയിലെ ക്രിക്കറ്റ് അസോസിയേഷന്റെ കൺവീനറാണ്. 200 പ്ലേയേഴ്സിൽ കളിക്കാത്ത ഒരാൾ ഞാനാണ്. അപ്പൊ ഞാൻ അതൊക്കെ അവനോട് പറഞ്ഞിരുന്നു. ഇവരൊക്കെ കളിക്കാനും പിന്നെ കൂടെ കൊണ്ടുവരും എല്ലാ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഒരു ഫ്ലെക്സിബിൾ ബോഡി സ്ട്രെങ്ത് ഒക്കെ ഉണ്ടെങ്കിലാണ് ഒന്ന് ഫീൽഡിലൊക്കെ തിരിച്ചു വരാൻ കഴിയുള്ളൂ. അപ്പൊ അതൊക്കെ ആയിരുന്നു. ഏറെക്കുറെ ഇനിയിപ്പോ എത്രത്തോളം കഴിയുന്നില്ലല്ലോ, പക്ഷെ ഒന്നും കൂടി ഒരു കോൺഫിഡന്റ് ആയി. ട്രെയിനേഴ്സിന് പ്രത്യേകിച്ച് എടുത്തു പറയാം. കാരണം എല്ലാ ന്യൂ ഇയറിനും നമ്മൾ നന്നാവുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ ജനുവരി 1 പോയി ജിമ്മിൽ ജോയിൻ ചെയ്യും. ഒരു 1 വീക്ക് കണ്ടു പോകും. പക്ഷെ നമുക്കൊരു സ്പെഷ്യൽ അറ്റൻഷൻ ഒന്നും കിട്ടില്ല. നമ്മളിങ്ങനെ വർക്ക്ഔട്ട് ചെയ്യും, പിന്നെ ഇങ്ങനെ കാത്തുക്കണം. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ട്രെയിനേഴ്സ് നമ്മളെ പേഴ്സണലി ശരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടീം എന്തായാലും താങ്ക്സ്.